ഹലോ വെൽക്കം ടു വിങ്സ് ടു ലവ്. ഈ വീഡിയോയിൽ MEG14 അയ്യപ്പ പണിക്കരുടെ ഐ മെറ്റ് വാൾട്ട് വിറ്റ്മാൻ യെസ്റ്റർഡേ ആൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിലെ സെക്കൻഡ് പാർട്ടാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഡീൽ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്ത ആൾക്കാർ മസ്റ്റായിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക കേട്ടോ. ഐ മെറ്റ് വാൾട്ട് വിറ്റ്മാൻ യെസ്റ്റർഡേ, ദ പോയറ്റ് പാട്രിയാർക്ക് കമ്മിങ് ഫ്രം ലോങ് ഐലൻഡ്, stretching long hands, weeds of thought entangled on his hairy person. സോ ഈ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വിറ്റ്മാനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അല്ലേ. ഇന്നലെ ഞാൻ വിറ്റ്മാനെ കണ്ടിട്ടുണ്ടായിരുന്നു ലോങ് ഐലൻഡിൽ വെച്ചിട്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഒക്കെയാണ് പറയുന്നത്, ലോങ് ഹാൻഡ്സ്, അതേപോലെ ഹെയറി പേഴ്സൺ എന്ന രീതിയിലൊക്കെ ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മുടെ പോയറ്റ് ഫസ്റ്റ് പാർട്ടിൽ യെസ്റ്റർഡേ ഓർ ദ ഡേ ബിഫോർ എന്ന് പറയുന്നുണ്ട്. ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് മൂവ് ചെയ്യുമ്പോൾ യെസ്റ്റർഡേ എന്ന രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ടു സജസ്റ്റ് ദാറ്റ് the time element in this poem is shifting back and forth. സോ ഇത് സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ പോയത്തിലെ ടൈം എലമെൻറ്റ് എന്താണ്, ദാറ്റ് ഈസ് ഷിഫ്റ്റിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത്. സോ ഒരു ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് എ ലേറ്റ് 20th century poet is in the presence of a 19th century poet അല്ലേ. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ 19th century പോയറ്റാണ് നമ്മുടെ വാൾട്ട് വിറ്റ്മാൻ. അവരോട് ആരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? 20th century പോയറ്റായിട്ട് നമ്മുടെ അയ്യപ്പ പണിക്കറാണ് അല്ലേ. സോ ആൻഡ് ഒരുപാട് ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ അയ്യപ്പ പണിക്കർ അദ്ദേഹത്തിൻ്റെ ഇമേജിനേഷനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. സോ ലൈക്ക് വൈസ് അതാണ് ഈ ടൈം എലമെൻറ്റിൽ ഒരു ഷിഫ്റ്റിംഗ് നടക്കുന്നത്. How many questions? Why do your people get away when they meet your people as if they are not your people? So എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആളുകൾ മറ്റൊരാളെ കണ്ടുമുട്ടുമ്പോൾ ആൻഡ് ഇഫ് ദേ ആർ നോട്ട് യുവർ പീപ്പിൾ എന്ന രീതിയിൽ ഒളിച്ചോടുന്നത് എന്തുകൊണ്ടാണ്? Do you prefer whites to black? Have you assigned for others the ironical humor in buying machinery here, talking all the while about the glorious heritage of your ancient past? So നിങ്ങൾ വെളുത്തവരെയാണോ അതേപോലെ കറുത്തവരെയാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുക? അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ആൻഷ്യൻ പാസ്റ്റിൻ്റെ ആ ഗ്ലോറിയസ് ഹെറിറ്റേജിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും പുകഴ്ത്തി പറയാറുണ്ട്. ബട്ട് നിങ്ങൾ മെഷീനറീസ് ആണെങ്കിലും എല്ലാം നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് നിങ്ങളുടെ ഹെറിറ്റേജിനെ കുറിച്ചിട്ട് പൊക്കി പറയാറുണ്ട്. സോ ഇവിടെയുള്ള ആ ഒരു ഐറോണിക്കൽ ഹ്യൂമറിനെയാണ് ഇവിടെ ചെറുതായിട്ട് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. സോ ഡു യു ഹാവ് ഇൻ യുവർ ലാൻഡ് സ്റ്റിൽ ദോസ് സേജസ് ഹൂ ഈറ്റിംഗ് ഓൺലി ദെയർ സൈലൻസ് കൗൺസിൽ ദെയർ റൂളേഴ്സ്? സോ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും സേജസ് ഉണ്ടോ? അവരെന്താണ് സൈലൻസിനെ ഈറ്റ് ചെയ്തിട്ട് റൂളേഴ്സിനെ കൗൺസിൽ ചെയ്യുന്ന ആ സേജസ് ഇപ്പോഴും നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന രീതിയിലാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഹൗ മെനി ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ, എത്ര ചോദ്യങ്ങളാണ് എന്ന രീതിയിൽ തുടങ്ങുന്നത് കേട്ടോ. Have you gone in search of Himalayan caves, you who hurry now to Niagara? നിങ്ങൾ ഹിമാലയൻ ഗുഹകൾ തേടി പോയിട്ടുണ്ടോ? ഇപ്പോൾ നയാഗ്രയിലേക്ക് പോകുന്ന നിങ്ങൾ ഹിമാലയൻ ഗുഹകൾ തേടി പോയിട്ടുണ്ടോ? ആറ്റം ഓർ ആറ്റ്മാൻ, വിച്ച് ഓഫ് ദിസ് ഡു യുവർ സയൻറ്റിസ്റ്റ് സ്ട്രൈവ് ആഫ്റ്റർ? ആറ്റം ആണോ ഓർ ആറ്റ്മാൻ ആണോ നിങ്ങളുടെ സയൻറ്റിസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്? ഇതിൽ ഏതാണ് പരിഗണന, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്? വി ബോത്ത് ആർ പ്രീ ഓക്യുപ്പൈഡ് ആൻഡ് യു ആൻഡ് ഐ ഹാവ് നോ ടൈം ടു തിങ്ക് ഓൾ ഓഫ് ദിസ്. നമുക്ക് രണ്ടു പേർക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. വി ആർ ട്രൈങ് ടു ഗോ ഫാസ്റ്റർ ദാൻ ടൈം. നമ്മൾ ശ്രമിക്കുന്നുണ്ട്, ടൈമിനേക്കാൾ കൂടുതലായിട്ട് മൂവ് ചെയ്യാൻ നമ്മൾ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്. ദ ഗ്ലോ ഓഫ് ദ വേദിക് കൾച്ചർ ഓഫ് ഓൾഡ്, ഇവിടെ എന്ന് പറയുന്നത് പഴയ ആ വേദിക് കൾച്ചറിൻ്റെ ഗ്ലോയിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. എമേഴ്സൺ, തോറോ, മാർട്ടിൻ ലൂതർ കിങ് ആൻഡ് ഐ ഹാവ് ചെറിഷ്ഡ് ഇറ്റ്സ് സ്വീറ്റ്നെസ് ആസ് കൗണ്ട്ലെസ് അതേഴ്സ്. ഇവർ ഈ ഗ്ലോൻ്റെ സ്വീറ്റ്നെസ് എന്താണ് ചെറിഷ് ചെയ്യുകയാണ് അല്ലേ. ആരൊക്കെയാണ്? എമേഴ്സൺ, തോറോ, മാർട്ടിൻ ലൂതർ കിങ് ആൻഡ് നമ്മുടെ പോയറ്റ്. സോ ഇതാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. ദ എർത്ത് ഹിയർ സ്പീക്സ് ഓഫ് ദ സെയിം തിങ്സ് ടു അസ്, ദോസ് ഹു ഹാവ് ഇയേഴ്സ് ഡു നോട്ട് ലിസൺ. സോ ഇവിടെ ഭൂമി എന്താണ് സെയിം കാര്യങ്ങളെയാണ് സംസാരിക്കുന്നത് അല്ലേ, പക്ഷെ ചെവിയുള്ളവർക്ക് അത് കേൾക്കാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. ശരിക്കും നമ്മുടെ പോയിറ്റുകൾ എന്ന് പറയുന്നത്, കവികൾ എന്ന് പറയുന്നത് അവർക്ക് ചെവി മാത്രമല്ല, അവർക്ക് അതിലോട്ട് എത്തിച്ചേരാനുള്ളൊരു മനസ്സുകൂടി ഉണ്ട്. സോ ചെവികൾ ഉണ്ടായിട്ട് മാത്രം മതിയില്ല കേൾക്കാൻ, മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത് കേൾക്കാൻ ചെവികൾ മാത്രമല്ല വേണ്ടത്, അതിനൊപ്പം നമുക്ക് എന്താണ് നല്ലൊരു മനസ്സും കൂടി വേണം അല്ലേ. grasses, rivers, hills, clouds, woods, hills, rivers, grasses, hills, clouds and rivers, woods, bridges, railways, airports and cars, factories and telephones. Come, let's walk up to the
പസഫിക് കോസ്റ്റ്. ഇവിടെ എന്ന് പറയുന്ന ഒരു ചേഞ്ചസ് ആണ് പറയുന്നത് അല്ലേ, ഒരു 19th സെഞ്ച്വറിയിൽ നിന്ന് ഒരു 20th സെഞ്ച്വറിയിലോട്ടുള്ള ഒരു ട്രാവൽ അല്ലേ നമ്മളുടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഗ്രാസസ് മുതൽ ഇപ്പോൾ ഇവിടെ എന്താണ് ഫാക്ടറീസ് ആൻഡ് ടെലിഫോൺസ് വരെ എത്തിയിട്ടുണ്ടെന്ന രീതിയിലാണ് പറയുന്നത്. നമുക്ക് എന്താണ് പസഫിക് തീരത്തിലോട്ട് നമുക്ക് നടക്കാവുന്ന രീതിയിലാണ് ഇവിടെ പോയിട്ട് ഈ ഒരു പോയം അവസാനിപ്പിക്കുന്നത്. ഇവിടെ സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ വിറ്റ്മാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ പോയിറ്റിനോട് ചോദിക്കുന്നുണ്ട്. സോ ദ പോയിറ്റ് ഈസ് അമേസ്ഡ് അറ്റ് ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ വിറ്റ്മാൻ ഈസ് പോസിങ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ വിറ്റ്മാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും സേജസ് ഉണ്ടോ, നമ്മുടെ സൈലൻസിനെ ഈറ്റ് ചെയ്യുന്ന, അതേപോലെ റൂളേഴ്സിനെ കൗൺസിൽ ചെയ്യുന്നത് ആ ഒരു സേജസ് നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഈ നമ്മുടെ രാജാക്കന്മാർക്കൊക്കെ ഉപദേശങ്ങൾ നൽകിയത് ഇത്തരത്തിലുള്ള സേജസ് ആയിരുന്നു. ആൻഡ് അവർക്ക് അതിനുള്ള കാര്യമായിട്ടുള്ള അതിനുള്ള ഒരു പ്രതിഫലമൊന്നും അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള ഇതൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിലും വേയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇവർ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ഏത് തരത്തിലുള്ള നുണകളാണെങ്കിലും നമ്മുടെ രാജാക്കന്മാരെ പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്യുന്ന ഒരു പ്രവണതയൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ഇതിലൊരുപാട് ആളുകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജാക്കന്മാരെ കോമാളികളൊക്കെ അന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ചോദ്യത്തിലാണെങ്കിലോ വിനോദസഞ്ചാരികളെ കുറിച്ചിട്ടാണ് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. അവർ ഒരുപാട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള സ്പോട്ടൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. സോ അതാണ് ഈ ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കൺവേ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്, നിങ്ങളുടെ സയൻറ്റിസ്റ്റ് ആറ്റം ആണോ ആറ്റ്മാൻ ആണോ, ഇതിലേതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കുക എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. സോ അമേരിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങളും, ഈ ആറ്റം ആണെങ്കിലും ആറ്റ്മാൻ ആണെങ്കിലും ബോത്ത് ആർ റെലവൻ്റ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഈ അമേരിക്കൻസ് ആർ ദ വേൾഡ് മാസ്റ്റേഴ്സ് ഓഫ് ന്യൂക്ലിയർ ടെക്നോളജി. ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം, അതിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുകയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ. പിന്നീട് നമ്മുടെ വിറ്റ്മാൻ ഇന്ത്യൻ സംസ്കാരത്തെയാണ് പുകഴ്ത്തുന്നത്. നമ്മുടെ എമേഴ്സൺ, തോരോ, മാർട്ടിൻ ലൂതർ കിങ്, അതേപോലെ എന്ന് പറയുന്നത് വിറ്റ്മാനെയാണ് കേട്ടോ. സോ ഇവരൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ആ മാധുര്യത്തെ അവർ നെഞ്ചിലേറ്റുന്ന രീതിയിലാണ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി അടുത്ത ലൈനിൽ പറയുന്നുണ്ട്, ചെവിയുള്ളവർക്ക് കേൾക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ബുദ്ധിശക്തിയും അതേപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല, അത് കേൾക്കാൻ കഴിയുന്നില്ല. സോ ദ നെക്സ്റ്റ് 4 lines ലിസ്റ്റ് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ്. ഇനി അടുത്ത 4 വരികളിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. സോ ദിസ് ഇസ് എ പാരഡി ഓഫ് ദ ജനറൽ സ്ട്രക്ചർ ഓഫ് മെനി ഓഫ് വിറ്റ്മാൻസ് പോം. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ വിറ്റ്മാൻസിൻ്റെ ഒരുപാട് പോയംസിലെ ഒരു ജനറൽ സ്ട്രക്ചറാണ്. സോ ഇത് നമ്മുടെ പണിക്കർ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വിറ്റ്മാൻ്റെ പോയത്തിന് ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇതാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പോം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.